വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗൈസ്. ഇന്ന് നമ്മൾ ഓണത്തിൻ്റെ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഈ കാണുന്ന പോലത്തെ മലയാളം മൂവി പോസ്റ്റേഴ്സ് റെഫറൻസ് എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓണം പോസ്റ്റേഴ്സ് ആണ് ഇതൊക്കെ. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെഫറൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മാവേലിനെ വെച്ചിട്ട് എങ്ങനെ ഒരു ഓണം പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഞാൻ കറുപ്പ് മൂവി, ഇപ്രാവശ്യം നമുക്ക് സൂര്യനെ മാറ്റി മാവേലിനെ ആക്കാം. ഈ കറുപ്പ് മൂവിയുടെ ഒരു പോസ്റ്ററിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുക്കുകയാണ്. എന്നാൽ ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ChatGPT വന്നിട്ട് അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ചെയ്യണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് JSON എന്ന് അടിക്കുകയാണ്. അതായത് JSON എന്ന് അടിക്കണം. അപ്പോൾ ഈ പ്രോംപ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് ഒരു കോഡ് പോലെ കിട്ടും. നമ്മൾ ഈ വെബ്സൈറ്റിൽ ചെയ്യുമ്പോൾ കോഡ് ചെയ്ത് ചെയ്യില്ലേ, അതേപോലെ നമുക്ക് JSON കോഡായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഇപ്പോൾ കറൻറ്റ്ലി അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ഫുള്ളി ഒരു കോഡ് പോലെ കിട്ടുമ്പോൾ നമുക്കിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കോഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ബ്രാക്കറ്റ് വന്ന് അവസാനിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കോഡ് ഫുള്ളി ഫിനിഷ് ആയെന്നുള്ളതാണ്. എന്നിട്ട് ഈ സാധനം ഒന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് അത് വീണ്ടും നമ്മൾ ചാറ്റിൽ പേസ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താക്കാണ്, ഈ ഒരു പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കുകയാണ്. എഡിറ്റ് ദിസ് JSON, റീപ്ലേസ് ദി മെയിൻ ക്യാരക്ടർ വിത്ത് ദി മാവേലി എന്നുള്ള ലെവലിൽ നമ്മൾ അടിച്ചു കൊടുക്കുക പ്രോംപ്റ്റ്. ഒന്നുമില്ല, സംഭവം പ്രോംപ്റ്റോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ JSON പ്രോംപ്റ്റിൽ സൂര്യന് പകരം നമുക്ക് മാവേലിയാണ് വരണം. അപ്പം മാവേലിയുടെ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഈ ടൈറ്റിൽ കറുപ്പ് എന്നുള്ള ടൈറ്റിലിന് പകരം എനിക്ക് അവിടെ ഹാപ്പി ഓണം എന്ന് വരണം. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോംപ്റ്റ്. അത് ജസ്റ്റ് സിമ്പിൾ അടിച്ചെടുത്താൽ മതി. റീപ്ലേസ് മാവേലി വിത്ത് അപ്ലോഡഡ് ഇമേജ്, റീപ്ലേസ് ദ ടൈറ്റിൽ വിത്ത് ഹാപ്പി ഓണം. പക്ഷേ ഈ മാവേലിനെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാവേലിനെ ക്രിയേറ്റ് ചെയ്യാം. ChatGPT നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ഇഷ്ടപ്പെട്ട മോഡലിൽ നിങ്ങളൊരു മാവേലിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാൻ മാവേലിനെ ക്രിയേറ്റ് ചെയ്തൊരു പിക്സാർ സ്റ്റൈലിലാണ്. ഇപ്പോൾ പിക്സാർ സ്റ്റൈലിൽ ക്രിയേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈലിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇതേപോലെ ക്യാരക്ടർ ഷീറ്റ്, ഇപ്പം ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ക്യാരക്ടർ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതും സിമ്പിളാണ്. ChatGPT നമ്മുടെ മാവേലിയുടെ ഫോട്ടോയിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ChatGPT പറയാം ക്രിയേറ്റ് എ ക്യാരക്ടർ ഷീറ്റ് ഓഫ് ദിസ് ക്യാരക്ടർ. അപ്പോൾ മാവേലിയുടെ ക്യാരക്ടർ ഷീറ്റ്, അതായത് ആളുടെ 2-3 വ്യൂസും ആളുടെ തലയുടെ ക്ലോസപ്പും അങ്ങനെ ഇങ്ങനെ ആളുടെ ഡ്രസ്സും ആളുടെ ഓർണമെന്റ്സ് ഒക്കെ ഓരോന്നോരോന്ന് ഷോക്കേസ് നമുക്ക് ക്യാരക്ടർ ഷീറ്റ് കിട്ടും. ആ സാധനം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഈ കാണുന്ന പോലത്തെ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആ സാധനം കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ ഈ JSON പ്രോംപ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറയാണ്. നമുക്ക് ഈ ഓണത്തിൻ്റെ ടെക്സ്റ്റ്, ഹാപ്പി ഓണെന്ന് ടെക്സ്റ്റും വരണം, മാവേലിനെ അപ്ലോഡ് ചെയ്തിട്ടുള്ള മാവേലിനെ അവിടെ വരും വേണം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ വീണ്ടും എൻ്റർ കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ ഈ തന്ന പ്രോംപ്റ്റ് ഉണ്ടല്ലോ, ആ സാധനം വീണ്ടും എഡിറ്റ് ആവും. അപ്പോൾ അതിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ കൂട്ടിച്ചേർക്കും. അപ്പം ഞാനതൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ആക്കാം. അപ്പോൾ നമുക്ക് കുറേ സമയം, ഇതിങ്ങനെ കുറച്ച് ടൈം എടുക്കും. ഈ JSON പ്രോംപ്റ്റിന് കുറച്ച് ടൈം എടുക്കും. സാധാരണ ജസ്റ്റ് നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് ഇമേജ് വരുന്നിടത്ത് ഇത് ജസ്റ്റ് പ്രോംപ്റ്റ് കറക്റ്റായിട്ട് അത് എവരി സിംഗിൾ ഡീറ്റെയിൽ ഇതിൽ മൈന്യൂട്ട് ഡീറ്റെയിൽ വരെ ഇതിൽ അവരെന്താക്കും ആഡ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട് കിട്ടുക. അപ്പോൾ ഞാൻ എന്നെ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ രണ്ടാമത് എഡിറ്റ് ചെയ്ത് വന്നിട്ടുള്ള JSON പ്രോംപ്റ്റ് നമ്മൾ വീണ്ടും കോപ്പി ചെയ്യാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും പേസ്റ്റ് ചെയ്യാണ്. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോംപ്റ്റിൻ്റെ കൂടെ നമ്മുടെ മാവേലിയുടെ ഫോട്ടോയും മാവേലിയുടെ ക്യാരക്ടർ ഷീറ്റും അപ്ലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ക്രിയേറ്റ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ChatGPT. ക്രിയേറ്റ് ഇമേജ് കൊടുത്തിട്ട് ഇത് വീണ്ടും പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കും. അപ്പോൾ നമ്മുടെ ഇമേജ് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു 5.6 സോൾ മീഡിയം എന്ന് പറഞ്ഞ ChatGPTയുടെ മോഡലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് തിങ്കിങ് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിങ്ങനെ കുറച്ച് തിങ്കിങ് പ്രോസസ്സും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കുറച്ച് ലാഗായിട്ടാണ് സാധനം കിട്ടുക. കുറച്ച് വലിയ ലാഗില്ല, പക്ഷെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇമേജ് ജനറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇമേജ് ഇപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ കറക്റ്റ് ഔട്ട് ഇതാണ്. അപ്പോൾ അതിൽ പക്ഷേ ആ കറുപ്പ് എന്നുള്ളത് കറക്റ്റ് നമുക്കൊരു ഹാപ്പിയാണ്, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു സാധനം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതൊന്ന് കറക്റ്റ് ആക്കാം. അപ്പം അത് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് എന്താക്കുന്നുണ്ട്, ആ കറുപ്പ് എന്നുള്ളതിൻ്റെ മാത്രം സ്ക്രീൻഷോട്ട് ഞാൻ എടുക്കണം. ആ ഏരിയയുടെ മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ഞാൻ പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ JSON ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ ആകെ കൊടുക്കാൻ പോണത് റീക്രിയേറ്റ് ദിസ് ടെക്സ്റ്റ് ലെയർ എഫക്ട്, ടെക്സ്റ്റ് റീപ്ലേസ് ഇറ്റ് വിത്ത് ഹാപ്പി ഓണം എന്നുള്ളത്. അതായത് എനിക്ക് ഈ ടെക്സ്റ്റ് മാറ്റി കിട്ടണം, അത് ഹാപ്പി ഓണം എന്നുള്ള ലെവലിൽ റീപ്ലേസ് ചെയ്ത് കിട്ടണം, സ്റ്റൈല് സെയിം ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ്. അപ്പം ഞാൻ എൻ്റർ കൊടുക്കണു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇമേജ് തരും. ഞാൻ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം.
അപ്പോൾ ഇമേജ് ജനറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഹാപ്പി ഓണം എന്നുള്ളൊരു സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറെക്കുറെ നമുക്ക് ആവശ്യമുള്ള സംഭവം കിട്ടിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഇതിനെ വേണ്ടത് PNG ആയിട്ടാണ്. അപ്പം ഞാൻ എന്താക്കാണ്, വീണ്ടും ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, ക്രിയേറ്റ് ദിസ് ഇൻ ടു എ PNG എന്നുള്ളത്. അപ്പം അതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം നമ്മുടെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോസ്റ്റർ ഫോട്ടോഷോപ്പിൽ ഒന്ന് ഓപ്പൺ ആക്കാം. അപ്പം ഞാനിതൊന്ന് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആക്കുകയാണ്. ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ലേസോ ടൂൾ വെച്ചിട്ട് ആ ഭാഗം ഒന്ന് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, മറ്റേ ജനറേറ്റീവ് ഫില്ല് പോലെ തന്നെ റിമൂവ് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ ആ ഭാഗം ഒന്ന് റിമൂവ് ആയി കിട്ടും. അപ്പോൾ ഞാനത് ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ റിമൂവ് ചെയ്തിട്ട് അപ്പോൾ റിമൂവ് ചെയ്തിട്ടുള്ള വേർഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സ്ക്രീനിൽ. അപ്പോൾ അവിടെ ആ ഭാഗം മാത്രം ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കത് റിമൂവ് ചെയ്തിട്ടുള്ള പോലൊന്നും ഫീൽ ചെയ്യണില്ല, പക്കയായിട്ടാണ് അത് റിമൂവ് ആയിട്ടുള്ളത്. ഇനി ഞാൻ ChatGPT വന്നിട്ട് എന്താണ് അത് PNG ആക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ PNG ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പച്ച ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുന്നത്, അത് കണ്ട് പേടിക്കേണ്ട, അത് ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കണ്ട. അത് ജസ്റ്റ് വീഡിയോയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഗ്രീൻ സ്ക്രീനിൽ ഇട്ട് തന്നിട്ടുള്ളത്. നമുക്ക് വേണ്ടത് അതല്ല, നമുക്ക് വേണ്ടത് എന്താണ്, നോർമൽ ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ അത് കുറച്ച് ലോഡാവും. ഇതിപ്പോൾ ഉണ്ടല്ലേ, ഹാപ്പി ഓണം ബ്രഷ് ടെക്സ്റ്റ് ട്രാൻസ്പെറൻ്റ് തൊട്ട് PNG സാധനം കിട്ടിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക, നേരെ നമ്മുടെ പോസ്റ്ററിലേക്ക് വരിക, ഇത് പ്ലേസ് ചെയ്യുക. ഇതാണ് നമ്മുടെ റിസൾട്ട്. ഇത്ര ഉള്ളു പരിപാടി. ജസ്റ്റ് ഒരു 2-3 വട്ടം പ്രോംപ്റ്റ് ചെയ്യാനിരിക്കണം, വേറെ ഒരു കുഴപ്പമില്ല. ഇതേപോലെ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന മോളിവുഡ് ടൈംസ് മൂവിയുടെ റെഫറൻസിലുള്ള പോസ്റ്റർ, പിന്നെ ഐ ആം ഗെയിം എന്ന് പറഞ്ഞ മൂവിയുടെ റെഫറൻസിലുള്ള പോസ്റ്റർ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഖലീഫ, അതേപോലെ തന്നെ തുടക്കം, അതിരടി, പിന്നെ ഉന്മാദം. ഇപ്പം ഇങ്ങനെയുള്ള പോസ്റ്റേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തത് സെയിം ക്യാരക്ടർ ഷീറ്റ് വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങളുടെ സെയിം മാവിലിന് വെച്ചിട്ടാണ് എല്ലാം ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ച് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാവേലിനെ വെച്ചിട്ടാണെങ്കിൽ അപ്പം നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാവേലിനെ ക്രിയേറ്റ് ചെയ്യുക. ആ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാവേലിക്കും ക്യാരക്ടർ ഷീറ്റ് ബിൽഡ് ചെയ്യുക. അപ്പം ഞാൻ ഇത് മാവേലിനെ ബിൽഡ് ചെയ്യാനുള്ളതും ക്യാരക്ടർ ഷീറ്റ് ബിൽഡ് ചെയ്യാനുള്ള എൻ്റെ പ്രോംപ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൾട്ടിപ്പിൾ സ്റ്റൈൽസിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതുണ്ട്. പിന്നെ ഈ പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഈ ട്യൂട്ടോറിയലിൽ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ജസ്റ്റ് വീണ്ടും ഒന്ന് കണ്ട് നോക്കുക, അത്രേ ഉള്ളൂ. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഓണം ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി ഓണത്തിനുള്ളൂ. ഓണത്തിന് മുന്നേ എല്ലാതും അടിപൊളി പോസ്റ്റേഴ്സ് ആവട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. See you.